അപ്പോൾ ഗർഭാവസ്ഥയെപ്പറ്റി ചെയ്യുന്ന വീഡിയോസിൻ്റെ രണ്ടാമത്തെ സീരീസാണിത്. ഇതിനകത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഗർഭിണിയായി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഗർഭാവസ്ഥ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് സ്കാൻ ചെയ്യേണ്ടത്. പലപ്പോഴും ഒരു പ്രഗ്നൻസി ടെസ്റ്റ് മൂത്രം പരിശോധിച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞാൽ ആ റിസൾട്ടും കൊണ്ട് ഗർഭിണികൾ നമ്മളടുത്ത് വരാറുണ്ട്. എന്നിട്ട് അവർ ചോദിക്കും, ഡോക്ടറെ ഇത് തീർച്ചയായിട്ടും കൃത്യമായിട്ടും ഗർഭം തന്നെയാണോ, ഞങ്ങൾക്ക് വീട്ടിലുള്ളവരടുത്തൊക്കെ പറയാമോ എന്നുള്ളത്. ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായാൽ അതിൻ്റെ അർത്ഥം അവർ ഗർഭിണിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ബീജവും ചേർന്ന് ഒരു ഗർഭാവസ്ഥ അകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് വളരുന്ന ഗർഭമാണോ, അതോ ട്യൂബിലെ ഗർഭമാണോ, അതോ ഒരു കുഞ്ഞേ ഉള്ളോ, 2 കുഞ്ഞേ ഉള്ളോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് എന്താ ഒരു മാർഗം? നമ്മളെങ്ങനെ കൃത്യമായിട്ട് അറിയും നമ്മൾ ഗർഭിണിയാണോ, ഗർഭാവസ്ഥ നമ്മുടെ ഗർഭാശയത്തിനുണ്ടോ എന്നൊക്കെ നമ്മളെങ്ങനെ അറിയും? അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരു സ്കാൻ ചെയ്ത് നോക്കുന്നതാണ്. പക്ഷേ പെൺകുട്ടികൾ നമ്മളടുത്ത് വന്ന് പറയും, ഡോക്ടറെ ഇന്ന് രാവിലെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ്, ഇന്ന് തന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമോ എന്ന്. പക്ഷേ അങ്ങനെ നമുക്ക് പറ്റില്ല. കാര്യം ഈ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞാൽ, അതായത് ഒരു കുട്ടിയുടെ മാസക്കുളി തെറ്റിക്കഴിഞ്ഞാൽ ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കാനിനകത്ത് ഗർഭാശയത്തിനകത്ത് കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. അതായത് നമ്മുടെ മാസക്കുളി തെറ്റിക്കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും ആകണം ഗർഭാശയത്തിനകത്ത് ആ കുഞ്ഞ് കിടക്കുന്ന സാക്ക് കാണാനായിട്ട്. പിന്നെയും ഒരാഴ്ച എടുക്കും കുഞ്ഞിൻ്റെ രൂപം തെളിയാനായിട്ട്. അതായത് നമുക്ക് നേരത്തെ മാസക്കുളി എന്ന് വന്നോ ആ മാസക്കുളിയുടെ ഡേറ്റിൽ നിന്ന് കൃത്യമായും 6 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗർഭാശയത്തിനകത്ത് കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് മാസക്കുളി തെറ്റി വരുന്നവരുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, അവർക്ക് എത്ര ദിവസം കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നുള്ളത്. ഈ മാസക്കുളി തെറ്റി വരിക എന്ന് പറഞ്ഞാൽ അണ്ഡോൽപാദനം താമസിക്കുന്നു. അപ്പോൾ അവർക്ക് താമസിച്ചാണ് ഗർഭമുണ്ടാകുന്നത്. അപ്പം അങ്ങനെ താമസിച്ച് ഗർഭമുണ്ടാകുന്നവർക്ക് കൃത്യമായിട്ടും ഈ 6 ആഴ്ചയാവുമ്പോൾ കുഞ്ഞിൻ്റെ രൂപം തെളിയണം എന്നില്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് മാത്രമേ ഈ കുഞ്ഞിൻ്റെ രൂപം തെളിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ ഒരു സ്കാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പണ്ട് നമ്മൾ നിർബന്ധിക്കേണ്ടിയിരുന്നു. ഡോക്ടർമാരും ആഗ്രഹിക്കുന്നത് ഒരു 6 ആഴ്ചയാവുമ്പോൾ ഒരു സ്കാൻ ചെയ്യണം എന്ന് തന്നെയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം നമുക്കറിയാൻ പറ്റും ഗർഭാശയത്തിനകത്ത് തന്നെയാണ് ഗർഭം എന്നുള്ളത്. അപ്പോൾ പിന്നെ ആ കുട്ടിക്കൊരു വയറുവേദന വരികയാണെങ്കിൽ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. ട്യൂബിലാണോ ഗർഭമെന്ന് ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ ഗർഭാശയത്തിനകത്ത് കുഞ്ഞിനെ കണ്ടതാണ്, അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നതാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം കൊണ്ടാണോ ഈ വയറുവേദന വരുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഈ ആദ്യത്തെ മാസക്കുളി തെറ്റിക്കഴിഞ്ഞുള്ള ആദ്യത്തെ സ്കാനിൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ഒന്ന്, അവർ ഗർഭിണിയാണെന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാം. ഗർഭാശയത്തിനകത്ത് കുഞ്ഞിൻ്റെ രൂപം കാണാം. അതിന് ഹൃദയത്തുടിപ്പ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അബോർഷൻസിനുള്ള സാധ്യത ഒന്ന് കുറയും. പിന്നെ ഗർഭാശയത്തിനകത്ത് കുഞ്ഞിൻ്റെ രൂപം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സൈഡിലുള്ള ട്യൂബുകൾ സ്കാൻ ചെയ്ത് നോക്കാം, ട്യൂബിനകത്തെങ്ങാനും ഗർഭം വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഈ ട്യൂബിനകത്ത് ഗർഭം വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു അപകടം പിടിച്ച സ്ഥിതിയാണ്. കാര്യം കുഞ്ഞു വളരുമ്പോൾ അതിന് ധാരാളമായിട്ട് രക്തം വേണ്ടതുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വളരുമ്പോൾ അത് അമ്മയുടെ യൂട്രസിനകത്തുനിന്ന് ഗർഭാശയത്തിനകത്തുനിന്നാണ് ഈ ബ്ലഡൊക്കെ വലിച്ചെടുക്കുന്നത്. പക്ഷേ ട്യൂബെന്ന് പറയുന്നത് വളരെ മെലിഞ്ഞിട്ട് അധികം മസിലൊന്നും ഇല്ലാത്ത ഒരു അവയവമാണ്. അതിനകത്ത് ഗർഭം വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തെ ഗർഭക്കൊഴലുകൾ പൊട്ടുകയും നമുക്ക് ആരുടെ ട്യൂബിലാണോ ഗർഭം വന്നിട്ടുള്ളത് ഒരുപാട് രക്തസ്രാവം വയറ്റിനകത്ത് ആന്തരികമായ രക്തസ്രാവം വരികയും അവരുടെ ജീവന് തന്നെ അപകടം വരികയും ചെയ്യും. സോ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളത് അറിയേണ്ടതും നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഗർഭാശയത്തിനകത്ത് 1 കുഞ്ഞാണോ 2 കുഞ്ഞാണോ എന്നുള്ളതുമൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ സമയത്ത് സ്കാനിങ് കൊണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ സ്കാൻ ചെയ്താൽ നമുക്കത് തീർച്ചയായിട്ടും സ്ഥിരീകരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്
മാസക്കുളി തെറ്റി പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായ അന്ന് തന്നെ ഓടിപ്പോയി സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. വയറുവേദനയൊന്നും ഇല്ലെങ്കിൽ സ്കാൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഗർഭാശയത്തിലൊന്നും കണ്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ വെപ്രാളം തുടങ്ങും, അയ്യോ എനിക്ക് ശരിയായിട്ടുള്ള ഗർഭമാണോ അല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം സ്കാൻ ചെയ്താൽ മതിയാവും. നന്ദി, നമസ്കാരം.